ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലെ 45-ാം തിരുവചനം വായിക്കാം. അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് ചുംബനത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. വിചാരിക്കുന്നത് പോലെ, നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല ഒരു ചുംബനം എന്നുള്ളത്. എന്തോ നമ്മുടെ സമൂഹം അതിനെ അത്ര ഗൗരവമായി എടുക്കുന്നുമില്ല. നമ്മുടെ ചുംബനങ്ങളൊക്കെ മരണക്കിടക്കയിലാണ്. സ്നേഹം, ബഹുമാനം, വാത്സല്യം, അനുരാഗം എന്നിവയുടെ ബാഹ്യമായ അടയാള ആണ് ചുംബനം എന്ന് പറയുന്നത്. ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ ഉറവകൾ അണപൊട്ടി ഒഴുകുന്നതാണ് എന്ത്? ചുംബനം. ഹൃദയവും അധരവും ചേർന്ന് പോകുമ്പോഴാണ് ഏത് ജീവിതത്തിൻ്റെയും ലാവണ്യം വർദ്ധിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നെന്ന് തിരുവചനം പറയുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും. അധരങ്ങളുടെ മധുരമൊഴി തന്നെയാണ് ചുംബനം. എന്നിരുന്നാലും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ നിറവില്ലാതെയും ഹൃദയം അടുപ്പമില്ലാതെയും അധരങ്ങൾക്ക് ചുംബനം കൈമാറാനാകുമെന്ന് യൂദാസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ അവന് യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. പിന്നെന്താണ് പറയണേ? മറ്റുള്ളവർ പടയാളികൾ അവനെ പിടിച്ച് പടയാളികൾ യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. അത് എന്തിനുള്ളതായിരുന്നു? ചുംബനമായിരുന്നു. അത് ചതിയുടെ ചുംബനമായിരുന്നു, വഞ്ചനയുടെ ചുംബനമായിരുന്നു. തൻ്റെ ഗുരുവും ദൈവമായ കർത്താവിനെ ചതിക്കാനുള്ള ചുംബനമായിരുന്നു. അങ്ങനെ ചുംബനം ചതിയുടെ അടയാളമായി മാറുന്നു. ചുംബിച്ചുകൊണ്ട് ഇനിയൊരാളെ ഒറ്റിക്കൊടുക്കാനാവും. ഉള്ളിൽ സ്നേഹത്തിൻ്റെ നിറവില്ലെങ്കിലും നമുക്ക് ചുംബിക്കാനാവും എന്നുള്ളത് യൂദാസ് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ചുറ്റും നടമാടുന്നതും ഏതാണ്ട് ഇതൊക്കെ തന്നെയല്ലേ. അപ്പനോട് സ്നേഹമില്ലെങ്കിലും മക്കളൊക്കെ അന്ത്യചുംബനം കൊടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ കത്തോലിക്ക സഭയിലുണ്ട്. അപ്പോൾ യൂദാസിൻ്റെ തെറ്റിൻ്റെ കാഠിന്യം കൂട്ടിയത് ഒറ്റുകൊടുത്തുകൊണ്ട് മാത്രമല്ല, ഏറ്റവും പവിത്രമായതിനെ, വിശുദ്ധമായതിനെ യൂദാസ് കളങ്കപ്പെടുത്തിയത് കൊണ്ടാണ്. യഹൂദ പാരമ്പര്യത്തിൽ ശിഷ്യന്മാർ തങ്ങളുടെ റബ്ബിമാരെ ചുംബിച്ചുകൊണ്ടാണ് അഭിവാദ്യവും ആദരവും പ്രകടിപ്പിക്കുന്നത്. ആദരവിൻ്റെ പിന്നിൽ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇനിയൊരാൾ എങ്ങനെ മനസ്സിലാക്കും? പൗലോസ്ലീഹായും പത്രോസ്ലീഹായും നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുവിൻ. റോമക്കാരുടെ പുസ്തകത്തിലെ 6-ാം 16-ാം തിരുവചനം, 2 കൊരിന്ത്യസ് 3-ാം 12-ാം തിരുവചനം, പത്രോസ് 5-ാം 14-ാം തിരുവചനം. ഇതൊക്കെ പറയുന്ന വചനമാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുവിൻ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം. വിശുദ്ധ ചുംബനം കൊടുത്ത് നമുക്ക് വിശുദ്ധരായി തീരാം. വന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. കാലം സൂക്ഷിച്ചു വെച്ച ഈ മര്യാദകൾ വീണ്ടെടുക്കാൻ കാലമായി. പ്രകൃതിയോട് മനുഷ്യനോട് ആദരവില്ലാതെ വരുന്ന ഈ കാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ആദരവിൻ്റെ ഒരു സംസ്കാരം രൂപപ്പെടുത്താനാണ്. മറക്കാതിരിക്കണം. നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. ഞാൻ ചുംബിച്ചപ്പോൾ ഇസ്ഹാക്ക് അവൻ്റെ ഉടുപ്പ് മണത്തു നോക്കി അവനെ അനുഗ്രഹിച്ചു. അതെന്തായിരുന്നു? അത് ചതിയുടെ ചുംബനമായിരുന്നു. ലാബാൻ അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ മക്കളുടെ മക്കളെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി. ഉൽപ്പത്തി പുസ്തകത്തിലെ 31-ാം അധ്യായത്തിലെ 55-ാം തിരുവചനം. ചുംബനം അനുഗ്രഹത്തിന് അടയാളമാണെന്ന് വചനം നമ്മെ നിരന്തരം ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. ലൂക്കയുടെ പുസ്തകത്തിലെ 7-ാം 32-ാം തിരുവചനം. അതെന്താണ്? പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിരുന്നു അല്ലേ? ചുംബനം കൊണ്ട് അവൾ കർത്താവിനെ സ്നേഹിച്ചു.
ഒരു സ്ത്രീയുടെ സ്നേഹപ്രകടനങ്ങളാണ് സുവിശേഷം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ ചില മാമൂലുകളെ ഭേദിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ സ്നേഹാതിരുകൾ ക്രിസ്തുവിനോട് പ്രകടമാക്കുന്ന മനോഹരമായ രംഗമാണിത് സുവിശേഷങ്ങൾ വരച്ചു കാണിച്ചത്. അതിന് അന്ന് തന്നെ പല അർത്ഥമാനങ്ങൾ അന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസത്തിലെ പറഞ്ഞ പോലെ നമ്മുടെ മനോഭാവങ്ങളെല്ലാം അറിയുന്നവനായ തമ്പുരാൻ്റെ മുമ്പിൽ ഏത് രീതിയിലായാലും അത് അവൻ ആ രീതിയിൽ കണക്ക് രേഖപ്പെടുത്തിയിരിക്കും. സീർ മലബാർ ക്രമത്തിൽ അല്ലെങ്കിൽ ആരാധനാക്രമത്തിൽ മനോഹരമായ രംഗമുണ്ട്. മേൽപ്പെട്ടക്കാരൻ നവവൈദികനോടുള്ള സ്നേഹവാത്സല്യ സൂചനമായി അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചുംബിക്കുന്നു. ഈ ചെറിയ അടയാളങ്ങൾ ആരാധനാക്രമത്തെയും ശുശ്രൂഷയും മനോഹരമാക്കുന്നു. നവവൈദികന് മൂർധാവിൽ ആ ചുമലത്തിന് ചൂട് എന്നും ഉണ്ടാവും. അപ്പോൾ അത് മറ്റൊരു അവസ്ഥയാണ്. വേർപാടിൻ്റെ ചുംബനങ്ങൾക്കാണ് കണ്ണീരിൻ്റെ ചൂടും ആത്മാർത്ഥതയും ഉണ്ടെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് സത്യം. മരണം നമ്മെ വേർപിരിക്കും മുമ്പ് കണ്ണീരിൻ്റെ ചൂടുള്ള ചുംബനത്താൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാം, ആദരിക്കാം, അനുഗ്രഹിക്കാം. എഫെസസ് വിടുമ്പോൾ ആലിംഗനം ചെയ്ത് അവർ പൗലോസിനെ യാത്രയാക്കുന്ന കാഴ്ച മനസ്സിൽ നിന്ന് മായ നിൽക്കുന്നുണ്ട്. അവരെല്ലാം കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഢമായി ചുംബിച്ചു. വചനത്തിലുള്ളതാണ്, ഗാഢമായി ചുംബിച്ചു. കവൾത്തടങ്ങളിൽ ചുംബിച്ചു നിർമ്മല സ്നേഹവും, നെറ്റിത്തടങ്ങളിൽ ചുംബിച്ചു വാത്സല്യവും, ചുണ്ടിൽ ചുംബിച്ച് പ്രേമവും, കയ്യിൽ ചുംബിച്ച് ആദരവും, പാദങ്ങൾ ചുംബിച്ച് മാപ്പും പറയാം എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഉത്തമഗീതത്തിൽ 1-ാം 2-ാം തിരുവചനം പറയുന്നുണ്ട്, നിന്റെ ആദരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ. ഇതെല്ലാം തിരുവചനങ്ങളാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഓരോ പ്രവൃത്തി തന്നെ അതിൻ്റെ പല രീതിയിലുള്ള അതിനെ വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. പ്രവൃത്തി ഏതായാലും അതിൻ്റെ ഉദ്ദേശശുദ്ധിയിലേക്കാണ് ഇവിടെ നമ്മൾ വിരൽ ചൂണ്ടിയത്. കാരണം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കപ്പെടാം. അതിൻ്റെ സാഹചര്യം, അതിൻ്റെ അവസ്ഥകൾ, വ്യക്തികൾ എന്നതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മനോഹരമാക്കുന്ന മറ്റു സംഭവമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ നോട്ടം. എല്ലാ ചുംബനങ്ങളും സ്നേഹത്തിൽ നിന്നുള്ളതല്ല, എല്ലാ കരുതലുകളും സ്നേഹത്തിൽ നിന്നുള്ളതല്ല, എല്ലാ സ്നേഹവായ്പും സ്നേഹമല്ല, എല്ലാം അങ്ങനെയല്ല, എന്നാൽ എല്ലാം അല്ല തന്നെ. അപ്പോൾ ഇത് തിരിച്ചറിയാനുള്ള ജ്ഞാനം ദൈവം തന്നെ തരണം. കാരണം ദൈവം എല്ലാം അറിയുന്നവനാണ്. എന്നെ ഒറ്റിക്കൊടുക്കുന്നവന് എന്നെ ചുംബിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള കർത്താവ് പറഞ്ഞിരുന്നു. പക്ഷേ ആ ചുംബിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ച കേട്ട വചനം എന്താണ് പറഞ്ഞത്? നമ്മൾ വായിച്ചത്, അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. ഒരു സ്നേഹത്തിൻ്റെ അടയാളത്തിൽ കൂടിയാണ് ചതിയെ അവൻ ഏറ്റെടുത്തത്. പിന്നെ അവൻ്റെ യുദാസിൻ്റെ അവസ്ഥ എന്തായി തീർന്നു നമുക്ക് ചരിത്രം നമ്മളെ, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് എല്ലാം ദൈവസന്നിധിയിൽ എത്തപ്പെടുന്നുണ്ട്. നമ്മുടെ കണ്ണീരുകൾ ശേഖരിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ വേദനകൾ ശേഖരിക്കുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ അവൻ്റെ സന്നിധിയിലെത്തുന്നുണ്ട്, നമ്മുടെ ബലിയർപ്പണങ്ങൾ അവൻ്റെ സന്നിധിയിലെത്തുന്നുണ്ട്, നമ്മുടെ സമ്പന്നതകൾ, നമ്മൾ കൊടുക്കുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ നമ്മൾ ദശാംശം കൊടുക്കുന്നവരാണെങ്കിൽ അതിന് വിലയുണ്ട്, നമ്മൾ കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വിലയുണ്ട്. അതാത് വിലകൾ, അതാത് അവസ്ഥകൾ നമ്മളെല്ലാം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം അനലൈസ് ചെയ്തപ്പെട്ടു കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള വ്യക്തികളെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. നമ്മൾ ചെയ്യുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം, പക്ഷേ ശരിയായിരിക്കാം. അതറിയുന്നവൻ തമ്പുരാൻ കർത്താവൻ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് പേരത്തരവും കാണിക്കാൻ സാധിക്കും, ഏത് രീതിയിലുള്ള അഭിനയവും നമുക്ക് കാണാൻ സാധിക്കും, ചെയ്യിക്കാൻ സാധിക്കും. പക്ഷേ അത് തിരിച്ചറിയുന്നവൻ തമ്പുരാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും നിർമ്മലമായ നമ്മുടെ നിമിഷങ്ങളെ കളങ്കപ്പെടുത്തുന്നതിനുള്ള മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനത്തിൽ അവിടെയുണ്ട്. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന നിമിഷങ്ങൾ, ഈ ജീവിതം തന്നെയാണ് നമുക്ക് തന്നിട്ടിരിക്കുന്ന വലിയൊരു സൗഭാഗ്യം. ഈ ജീവിതം ദൈവത്തിന് വേണ്ടിയാക്കി മാറ്റിയെടുക്കുക, അത് നല്ല രീതിയിൽ ജീവിച്ചു തീർക്കുക. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എന്തായിരിക്കുന്നോ അതോ ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കുക.
അത് ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുക. ഈ ലോകത്തെ ഏതാനും വർഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ഈ നിമിഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആ ദൈവസ്നേഹം തിരിച്ചറിയാനും പരസ്നേഹത്തിലേക്ക് പോകാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിട്ടുകൊടുക്കാം. നല്ലവനായ യേശുവേ, കർത്താവെ, ചുംബനം കൊണ്ട് അങ്ങേ സ്നേഹിക്കുന്ന അവസ്ഥയിലും യഥാർത്ഥ ചുംബനം എന്താണെന്നും യഥാർത്ഥ സ്നേഹം എന്താണെന്നും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതാ കർത്താവെ, പൂർണ്ണത കൈവരിക്കാനും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കാനും അങ്ങേ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും അങ്ങേക്ക് വേണ്ടി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ കുരിശ് വഹിച്ചുകൊണ്ട് അങ്ങേ പുറകെ വരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.